സിനിമാ നടനും മിമിക്രി കലാകാരനുമായ കലാഭവൻ നവാസിന്റെ മരണവാർത്ത ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത്. അങ്ങനെ ഓർത്തിരിക്കാൻ മാത്രമുള്ള കഥാപാത്രങ്ങളൊന്നും മലയാള സിനിമയിൽ അത്ര ഗഹനമായൊന്നും ചെയ്തിട്ടില്ല എങ്കിലും മികച്ച കലാകാരൻ ആണ് അദ്ദേഹം എന്നത് നമുക്കറിയാം. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി കലാഭവൻ നവാസ് നല്ലൊരു മനുഷ്യനായിരുന്നു എന്ന് നവാസിനോടൊന്ന് നേരിട്ട് പോലും മിണ്ടാത്ത മലയാളികൾക്ക് അറിയാമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാഷയിലെ പക്വത, സംസാരത്തിലെ മാന്യതയുമൊക്കെ അത് തെളിയിക്കുന്നതാണ്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെ ആലുവ സെൻട്രൽ ജുമാ മസ്ജിദിലായിരുന്നു അദ്ദേഹത്തിന്റെ ഖബറടക്കത്തിന് മുൻപായി വീട്ടിൽ നിന്നും അന്ത്യയാത്ര പറയുന്നതിന് നവാസിന്റെ ഭാര്യ രഹനയും മക്കളായ ഹറിൻ, റിദ്വാൻ, റിഹാൻ എന്നിവരും നൽകിയ യാത്രാമൊഴി ആരുടെയും നെഞ്ചു പൊള്ളിക്കുന്ന ഒന്നായിരുന്നു. ആ കുഞ്ഞുങ്ങളുടെ ഉള്ളു പൊള്ളിക്കുന്ന കരച്ചിൽ കേട്ടു നിൽക്കാനാവുന്നതായിരുന്നില്ല. വെള്ളിയാഴ്ച രാത്രി അന്തരിച്ച നടൻ കലാഭവൻ നവാസിന്റെ മരണം ഹൃദയാഘാതം മൂലമാണെന്ന് സ്ഥിരീകരണം വരികയും ചെയ്തു. രാവിലെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് മരണകാരണവും സ്ഥിരീകരിച്ചത്. നവാസിന് വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെ ഹൃദയാഘാതം ഉണ്ടായെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ സൂചന. ഇതിനു മുൻപും ഹൃദയാഘാതം ഉണ്ടായതിന്റെ ലക്ഷണവും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തുന്നുണ്ട്. നെഞ്ചുവേദന വന്ന ഹോട്ടൽ മുറിക്ക് പുറത്തേക്കിറങ്ങി ആരുടെയെങ്കിലും സഹായം തേടാൻ ശ്രമിക്കുന്നതിനിടെ നവാസ് കുഴഞ്ഞു വീഴുകയായിരുന്നെന്നാണ് നിഗമനം. ഹോട്ടൽ മുറിയുടെ വാതിലിനോട് ചേർന്നാണ് നവാസ് വീണ് കിടന്നത്. വാതിൽ ലോക്ക് ചെയ്തിരുന്നില്ല. വീഴ്ചയുടെ ആഘാതത്തിൽ നവാസിന്റെ തലയിലും മുറിവുണ്ടായിരുന്നു. ഷൂട്ടിങ്ങിനിടെ സെറ്റിൽ വെച്ച നവാസിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടിരുന്നതായി നടൻ വിനോദ് കോവൂറും ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ഡോക്ടറെ വിളിച്ചെങ്കിലും ഷൂട്ട് മുടങ്ങേണ്ടെന്ന കരുതി മുന്നോട്ട് പോവുകയായിരുന്നെന്നാണ് അദ്ദേഹം എഴുതിയ കുറിപ്പ്. എന്തായാലും മലയാളികൾക്ക് വളരെയധികം പ്രിയപ്പെട്ട നടനും കലാകാരനുമായിരുന്നു കലാഭവൻ നവാസ്. അദ്ദേഹത്തിന്റെ കുടുംബവും എത്രത്തോളം ഇമ്പത്തോടു കൂടിയാണ് ആ കുടുംബം കഴിഞ്ഞിരുന്നെന്ന് ഓരോ അഭിമുഖത്തിൽ കൂടിയും അദ്ദേഹത്തിന്റെ വർത്തമാനങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയതാണ്. 51 വയസ്സ് മാത്രമുണ്ടായിരുന്ന ഒരു കലാകാരൻ അകാല മരണം പ്രാപിക്കുമ്പോൾ മനുഷ്യൻ ഇത്രയേ ഉള്ളൂ എന്ന്, അത് നാളെ ഞാൻ ഉണ്ടാകുമോ എന്ന് പോലും അറിയില്ല എന്ന കലാഭവൻ നവാസ് പണ്ട് നൽകിയൊരു അഭിമുഖത്തിലെ വാചകങ്ങളാണ് ഓർമ്മ വരുന്നത്. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ.